Anger of Guru is a spontaneous process of taming. ഗുരുവിന്റെ കോപം അനുഗ്രഹമെന്ന് കരുതുമ്പോൾ ഗുരുത്വം, അഹമെന്ന് കരുതുമ്പോൾ ഇടറലും സംഭവിക്കുന്നു. തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഗുരു എന്നത് ഒരു അനുഭവമാണ്. അനുഭവം എന്നാൽ സംഭവിക്കുന്നതിനെ തുടർന്ന് നമ്മിലുണ്ടാകുന്ന അനുരൂപനമാണ്. അപ്പോ ഈ സംഭവിക്കുന്നതിനെ തുടർന്ന് നമുക്കുണ്ടാകുന്ന അനുരൂപനം, അവിടെ ശബ്ദം അല്പം കുറയ്ക്കാമോ? അപ്പോ നമ്മൾ അനുഭവിക്കുന്നതിനെ തുടർന്നുള്ള അനുരൂപനം, അതാണ് അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് നമ്മുടെ മുന്നിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത്? ഉപരിവ്യവസ്ഥ നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്. ഉപരിവ്യവസ്ഥ നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഈ ഉപരിവ്യവസ്ഥ നമ്മുടെ ഭാഷയിലല്ല നമ്മളോട് സംവദിക്കുക. അത് സംഭവങ്ങളുടെ രൂപത്തിലാണ്, ഈവന്റുകളുടെ രൂപത്തിലാണ് നമ്മളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് പ്രകൃതി ഇതിനെ ഈ രൂപത്തിൽ തന്നെ കടത്തിവിടണമെന്ന് തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരുവനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും. നമ്മുടെ ഭാഷ രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ, ആത്മത്തിന്റെ, നമ്മുടെ ബോധത്തിന്റെ ഭാഷ. അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. സഹജാവബോധം എന്ന് പറയുന്നതിന്റെ ഭാഷ സംസാരിക്കുന്നത് നമ്മളോട് അനുഭൂതികളുടെ രൂപത്തിലാണ്, തോന്നലുകളുടെ, വെളിപാടുകളുടെ രൂപത്തിലാണ്. അതാണ് കാരണഗുരു എന്ന് പറയുന്നത്. കാരണഗുരു അല്ല, കാര്യഗുരു എന്ന് പറയുന്നത്. കാര്യഗുരു. ഈ കാര്യഗുരുവിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാണ്? പലപ്പോഴും തനിയെ എത്താം. ജീവിത വ്യാപാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് തനിയെ എത്താൻ കഴിയണമെന്നില്ല. അപ്പോ അതിന് നമ്മുടെ ഭാഷ സംസാരിക്കുക. നമ്മുടെ ഏത് ഭാഷ? ശരീരത്തിന്റെ ഭാഷയല്ല, ബുദ്ധിയുടെ ഭാഷ, നമ്മൾ വാമൊഴിയായിട്ട് ശീലിച്ച ഭാഷ സംസാരിക്കുന്ന ഒരു ഗുരു നമ്മുടെ മുന്നിലേക്ക് എത്തും. ആ ഗുരു സഹജാവബോധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. സഹജാവബോധത്തെക്കുറിച്ച് പറഞ്ഞു തരാത്ത, നിന്റെ അകത്ത് കിടക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു തരാത്ത ഗുരു നിങ്ങളിലേക്ക് ഗുരുത്വമല്ല പ്രദാനം ചെയ്യുന്നത്. അവർ കുറച്ച് സ്ഥിതി വിവരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത് എന്ന് നിരീക്ഷിച്ചാൽ നിങ്ങളുടെ ഗുരു ആരാണെന്ന് മനസ്സിലാവും. നിങ്ങളുടെ സഹജാവബോധത്തെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാക്ഷിക്കേണ്ടത് എന്നതാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ ഗുരു നിങ്ങളെ ധർമ്മത്തിലേക്കാണ് നയിക്കുന്നത്. സ്ഥിതി വിവരങ്ങളിലേക്കാണ് അയാൾ നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, സ്ഥിതി വിവരങ്ങൾ തരുന്നു എന്നുള്ളതല്ല പറയുന്നത്. ബിംബങ്ങൾ തരാനായിട്ട് സ്ഥിതി വിവരങ്ങൾ തന്നെ വേണ്ടിവരും. സ്ഥിതി വിവരങ്ങൾ തന്നുകൊണ്ട് അത് അവിടെ നിർത്തുകയാണെങ്കിൽ, നിങ്ങളെ ധർമ്മത്തിലേക്ക് കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ, അയാൾ നിങ്ങളുടെ ഗുരുവല്ല. നിങ്ങളുടെ ഗുരുത്വത്തിലേക്കല്ല അയാൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അയാൾ നിങ്ങളുടെ അധ്യാപകനാണ്. അപ്പോ നമ്മുടെ മുന്നിലേക്ക് ഈ ഗുരു എന്ന് പറയുന്നത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പിനാലാണ് വന്നു ചേരുന്നത്. അത് തനിയെ വന്നു ചേരില്ല. സത്യത്തിൽ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായി കഴിയുമ്പോഴാണ് ഗുരു നമ്മുടെ മുഖത്തേക്ക് വരിക. അതൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു മഹാഗുരുവിന്റെ ശിഷ്യനാകാൻ അനുഭവം സിദ്ധിച്ച ഒരാളാണ് ഞാൻ, എന്റെ കൂടെയുള്ള പലരും. അതുപോലെ തന്നെ ആ അനുഭവത്തിലൂടെ അതിന്റെ തുടർച്ചയായിട്ട് ഈ ഒരു സംവിധാനത്തെ നടത്തിക്കൊണ്ടുപോകാനും ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. ഇപ്പൊ ഞാനാകട്ടെ, പൊന്നിയാകട്ടെ, വർഗീസേട്ടനാകട്ടെ, ഞങ്ങൾ എല്ലാവരും തന്നെ മണിയേട്ടന്റെ ശിഷ്യരാണ്. അദ്ദേഹത്തിൽ നിന്നും സിദ്ധിയുടെ ഉപദേശം സിദ്ധിച്ചവരാണ്. അപ്പോ അദ്ദേഹത്തിൽ നിന്നും അത് സിദ്ധിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്.
ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ പിന്നീട് മുൻപോട്ട് പോകുന്നത്. ആ അനുഭവം നമ്മുടെ അകത്തെ സഹജാവബോധത്തെ ശരിയായ വിധത്തിൽ നയിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ നയിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ അതിനെ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ അദ്ദേഹം നമുക്ക് നൽകിയ നിർദ്ദേശം, ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന നിർദ്ദേശത്തെ നമ്മൾ അത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന്റെ ചില കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കും. നമ്മൾ കൂട്ടിക്കുഴച്ചിട്ട് അതിന്റെ രൂപത്തിലും ഭാവത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം, ഇപ്പോ ഗുരു നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഒരു കാര്യം ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകുന്നപ്പോ ഒരു പാത്രം ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുകയാണ്. അപ്പൊ പാത്രം ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ആ പാത്രം കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് ഗുരു എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, കരുതി വെച്ചിട്ടുണ്ടാവും. കാരണം പ്രകൃതിയിലെല്ലാം അങ്ങനെയാണ്. ഒരു പ്രക്രിയ നടക്കുമ്പോൾ അതിനകത്ത് അതിൽ ലീനമാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഉപപ്രക്രിയകൾ ഉണ്ടാവും. അപ്പൊ ഈ പാത്രം ഇവിടുന്ന് അവിടേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്ന നിർദ്ദേശത്തിനകത്ത് ഗുരു ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ശിഷ്യൻ അതിനകത്ത് പാത്രം വെറുതെ കൊണ്ടുപോകല്ല, എന്നാൽ അതിനകത്ത് എന്റെ വക കുറെ കാര്യങ്ങൾ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി അതിനകത്ത് കുറെ പാത്രം കൊണ്ടുപോകുന്ന സമയത്ത് പാത്രത്തിനകത്ത് കുറെ ഫ്രൂട്ട്സും കുറെ ഭക്ഷണ സാധനങ്ങളും കയറ്റിയാണ് കൊണ്ടുപോകുന്നതെന്ന് ഇരിക്കട്ടെ. ഗുരു ഒരുപക്ഷെ ശൂന്യതയെ കൊണ്ടുപോകാനായിരിക്കാം പറയുന്നത് പാത്രം കൊണ്ടുപോകുക എന്നുള്ളത് വഴി. നമ്മൾ പാത്രം നിറയ്ക്കുന്നത് വഴി ആ അർത്ഥത്തെ ഇല്ലാതെ ആക്കുകയാണ് ചെയ്യുക. ഇത് കാണുമ്പോൾ ഗുരുവിന് വരുന്ന ഒരു കോപമുണ്ട്. ഗുരു എപ്പോൾ കോപിക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഗുരു എപ്പോൾ കോപിക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കൃത്യമായി ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ പക്വപ്പെടുത്താൻ വേണ്ടി, നമ്മളെ ടൈം ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ചെത്തി മിനുക്കിയെടുക്കാൻ വേണ്ടി നമ്മളിലേക്ക് വേണ്ടുന്ന എന്തോ ഒന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരു മലമണ്ടെന്ന് താഴേക്ക് ചാടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചാടും. കാരണം അതിനകത്ത് എന്തോ കരുതിയിട്ടുണ്ട്. അതിലൂടെ പോയാൽ ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ അതിന് പകരം ഗുരു പറയുന്ന വാക്യത്തെ നമ്മൾ എടുക്കില്ല. പകരം നമ്മൾ പാത്രം കൊണ്ടുപോകാൻ പറഞ്ഞു, പാത്രം കൊണ്ടുപോകുന്നതിനും പാത്രത്തിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോയി. എന്താണ് കൊണ്ടുപോകാൻ പറഞ്ഞു? ശൂന്യതയെ കൊണ്ടുപോകാൻ പറഞ്ഞു എന്നത് ഗുരുവിന്റെ തലയിലുണ്ട്, നമുക്കത് മനസ്സിലായില്ല. അപ്പൊ ഗുരു നമ്മളോട് കയർക്കുന്ന സമയത്ത് നമ്മൾ അതിനും ഇയാൾ എന്തിനാണ് എന്നോട് കയർക്കുന്നത്, ഞാനൊരു കാര്യം കൃത്യമായിട്ട് ചെയ്തില്ല, പിന്നെ ഇയാൾ എന്തിനാണ് എന്നോട് ഈ വക വർത്തമാനം പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മളവിടെ കാണുന്നത് അഹത്തയാണ്. ആരുടെ അഹത്തയാണ്? ഗുരുവിന്റെ അഹത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കാലുറപ്പിക്കേണ്ടുന്ന ആ ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ, കാലുറപ്പിക്കേണ്ട ആ ഓറിയന്റേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അത് മൊത്തം ഇടറും. നമ്മളിപ്പോ ഒരു പ്രതലത്തിലൂടെ നടക്കുന്ന സമയത്ത് കാല് വഴുക്കി പോവുകയോ പതറിപ്പോവുകയോ ചെയ്താൽ നമ്മുടെ മുൻപോട്ട് പോക്ക് എങ്ങനെ ഉണ്ടാവും? ബുദ്ധിമുട്ടിലായിരിക്കും. അതേസമയം നമ്മുടെ കാലെങ്ങനെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ചവിട്ടി കയറാൻ പറ്റും. ഗുരുവിന്റെ കോപം എന്ന് പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യാനാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ, ഗുരുവിന്റെ കോപം അല്ലെങ്കിൽ ഗുരുവിന്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാണ്. ഗുരു എന്നോട് കോപിക്കുന്ന സമയത്ത് എന്നെ കൃത്യമായി ചെത്തി മിനുക്കി എടുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് അറിയുന്ന സമയത്ത് നമ്മിലേക്ക് ഗുരുത്വം ഒഴുകി നിൽക്കും. നമ്മൾ ഗുരുത്വത്തോട് ചേർന്ന് നിൽക്കും, നമ്മൾ ആ ഗുരുത്വത്തിൽ നിവർന്നു നിൽക്കും. അതിനു പകരം ഗുരുവിന്റെ നിർദ്ദേശത്തെ, ഗുരുവിന്റെ കോപത്തെ അഹമെന്ന് കരുതുന്നവർ പലരും, ഒരുപാട് പേരുണ്ട് അങ്ങനെ അഹമെന്ന് കരുതുന്നവർ. അഹമെന്ന് കരുതുന്ന സമയത്ത് നമ്മുടെ കാലാണ് ഇടറുക. ഗുരുവിനോടുള്ള യുദ്ധം നമ്മൾ നടത്തുന്ന സമയത്ത് ഗുരുവിനോട് ഗുരു നൽകുന്ന നിർദ്ദേശത്തോട്, ഗുരുവിന്റെ കോപത്തോട്, ഗുരുവിന്റെ കോപത്തെ തന്നെ അത് അഹമാണെന്ന് കരുതുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക? ഗുരുവിനോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്, ഗുരുവിനോടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഗുരു എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിലാണ്, നമ്മൾ വീക്ഷിക്കുന്നതിലാണ്. അയാൾ പറയുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ അവിടെ വിമർശിക്കുന്നത്. അയാൾ എവിടേക്കാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്? സഹജാവബോധത്തിലേക്ക്. ആ സഹജാവബോധത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ആ കണക്ഷനാണ് നഷ്ടപ്പെടുന്നത്. സഹജാവബോധം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൈമറി റൂട്ടാണ്, നമ്മുടെ പ്രാഥമിക വേരാണ്. ആ പ്രാഥമിക വേരിനാണ് ഇളക്കം തട്ടുന്നത്. പ്രാഥമിക വേരിന് ഇളക്കം തട്ടുന്നതോടുകൂടി നമ്മൾ ഇടറി തുടങ്ങും, നമ്മുടെ ജീവിതം പാളിത്തുടങ്ങും. അപ്പോ ഗുരുവിന്റെ കോപം നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മളെ കൃത്യമായിട്ട് ചെത്തി മിനുക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇനി അതല്ല, ഗുരുവിന്റെ ആ കോപം എന്ന് പറയുന്നത് ചെത്താനുള്ളതല്ല, അത് അയാളുടെ അഹങ്കാരം കൊണ്ട് പറയുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അയാൾ നമുക്ക് ഗുരുവായിട്ട് എടുക്കാൻ നമ്മൾ യോഗ്യരായിട്ടില്ല. നമ്മൾക്ക് ഇടറൽ സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട്, നമ്മൾ ഇടർച്ചയിലാണ്. ഗുരു എന്നുള്ള അതിമനോഹരമായ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തെ സിദ്ധിച്ചവർക്ക് മാത്രമേ ഇത് അറിയാൻ കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടത്തിൽ പലരും ആ ഗുരു
എന്നുള്ളത് ഗുരുവിനെ, ഗുരുത്വത്തെ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പുണ്ട് ഗുരുവിനെ കുറിച്ച് പറയാൻ, ഗുരുത്വത്തെ കുറിച്ച് പറയാൻ. നമ്മളിവിടെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത് ആ ഗുരു പരമ്പരയുടെ പുണ്യത്തെയാണ്. അതിനോട് ചേർന്ന് നിൽക്കുക. അതിനകത്ത് നൽകുന്നത് ഏത് നിർദ്ദേശവും, വെള്ളത്തിൽ ചാടാൻ പറഞ്ഞു വെള്ളത്തിൽ ചാടുക, മലമണ്ടയ്ക്ക് കയറാൻ പറഞ്ഞു മലമണ്ടയ്ക്ക് കയറുക, അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾക്കുള്ള പൊരുൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പൊരുളിനെ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത് ഗുരുവിന്റെ പേരിൽ, സഹജാവബോധത്തിന്റെ പേരിൽ ഈശ്വരീയമാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. അത് നിങ്ങളിലേക്ക് പകർന്നു തരുന്ന സന്ദേശവാഹകനാണ്. ഒരുപക്ഷെ ഈശ്വരന്റെ മൊഴിയാണ് ഗുരു. നന്ദി, നമസ്കാരം.